ധാരാളം കുടുംബശ്രീകൾ എന്തൊരു കാര്യം പറഞ്ഞാലും പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും ആ കുടുംബശ്രീയുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് പെട്ടെന്ന് ചെയ്തു കൊണ്ടുതരുന്ന ഒരാളാണ്. പിന്നെ സീരിയസിന്റെ എന്തൊരു പരിപാടിക്കും നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ഓടിയെത്തുന്ന ഒരാളാണ് മെസ്സേജ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ സബ്ജില്ലാ കലോത്സവത്തിന് നമ്മുടെ കായിക പരിപാടിക്കെല്ലാം മെസ്സേജ് നല്ലോണം നമുക്ക് വേണ്ടിയിട്ട് സീരിയസിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതൊരു കാര്യത്തിനും വിളിച്ചാലും പെട്ടെന്ന് കിട്ടുന്ന ഒരാളാണ്. ഇപ്പോൾ ഈ ഒരു വർഷമായിട്ട്, അതായത് മെസ്സേജിന്റെ ഭർത്താവ് മരണപ്പെട്ടതിന് ശേഷമാണ് എന്തെങ്കിലും ഒരു ലീവ് കിട്ടി ഉടനെ മക്കളടുത്ത് പോകുന്ന ആ ഒരു ഇത് വെച്ചിട്ട് പോകുന്നതേ ഉള്ളൂ. അല്ലാതെ പോയാൽ തന്നെ വിളിച്ച് ചോദിച്ചാൽ എത്ര സീരിയസ് വെക്കാനായിരിക്കും പിന്നെ എനിക്ക് ലേഡീസ് വെക്കാനാണ്. അപ്പോൾ അങ്ങനെ ചോദിച്ചിട്ടാണ് മെസ്സേജ് ഇവിടുന്ന് അങ്ങോട്ട് പോവുക. അപ്പോൾ അത്രയും സീരിയസിനോടാണെങ്കിലും കുടുംബശ്രീനോടാണെങ്കിലും ഒരു ആത്മാർത്ഥതയുള്ള ഒരാളാണ്. അപ്പോൾ ഈ പോകുന്ന അവസരത്തിൽ എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ വൈസ് പ്രസിഡന്റായിട്ടുള്ള നിശ്ചയിച്ചിട്ട് അല്ല എല്ലാവരും സാധനം മറന്നുപോയിട്ടാ. അതാ പറഞ്ഞ പോകില്ലെന്ന് മറന്നത്. പ്രസിഡന്റ് സീരിയസ് ചെയർപേഴ്സൺ ആയിരുന്നു. എന്തായാലും വൈസ് ചെയർപേഴ്സൺ പറയണമെന്ന് എനിക്കല്ല. കാരണം ഞാൻ സീരിയസ് ചെയർപേഴ്സൺ ആയിരിക്കും സമയത്തോടെ ചേച്ചി ഒരു സംരംഭത്തിലൂടെയാണ് മുന്നിലേക്ക് വരുന്നത്. മണ്ണിര കമ്പോസ്റ്റ് സംരംഭം ഏറ്റവും നല്ല രീതിയിൽ ആ ഒരു കാലഘട്ടത്തിൽ കുടുംബശ്രീ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നല്ലൊരു സംരംഭമായിട്ട് ചേച്ചി ആ ഒരു മണ്ണിര കമ്പോസ്റ്റ് സംരംഭം കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ 2% നടക്കും, 2% നടക്കും. ആ സംരംഭത്തിൻ്റെ സംവിധാനത്തെ പലപ്പോഴും അതിന് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞ ഒരാളാണ്. എൻ്റെ അനുഭവത്തിൽ എല്ലാ കുടുംബശ്രീയിലെ എല്ലാ പരിപാടികളും ഉണ്ടാവുന്നൊരു പോവാണ്. അങ്ങനെ ഉണ്ടാകുന്ന അവബോധം ചെയ്യുന്ന ഒരാളാണ്. ആത്മാർത്ഥത എന്തായാലും യാത്രയായിട്ടു പരിപാടി സീരിയസിൻ്റെ അതുകൊണ്ട് സീരിയസ് മെമ്പർമാർക്ക് യാത്രയായിട്ടു നടത്തി. എന്തായാലും സീരിയസ് വലിയൊരു യാത്രയായിട്ട് നമ്മൾക്ക് നിങ്ങളെ യാത്രയ്ക്കാനുള്ള അവസരം ഉണ്ടാവും. പിന്നെ ആരെങ്കിലും ഉണ്ടാവുന്നതായിട്ടുള്ളതെന്ന് പറയാൻ പറ്റില്ല. എന്തായാലും ഈ ഭരണസമിതിയുടെ കാലത്ത് എന്തായാലും നിങ്ങൾ പോയില്ല. 20 മാസം വരെ ഉണ്ടാകും. പുതിയ ഭരണസമിതി വന്നത് പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലത്താണ്. എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല. കുടുംബശ്രീയെ സംബന്ധിച്ച് നമ്മൾ കൂടുതൽ പറയുന്ന കാര്യമില്ല. വയനാട് പഞ്ചായത്ത് കുടുംബശ്രീയെ പൊതുവായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം. അപ്പോൾ അതിൽ ചേച്ചി പോകുമ്പോൾ വളരെയാണ് ചുമതലപ്പെടുത്തിയിട്ടാണ്. ഒന്നും ചെയ്യാൻ പോയത് ഇല്ല. ഒന്നും ചെയ്യാൻ സീരിയസ് ആയിട്ട് പോയ ആളില്ല. അതാണ് പറഞ്ഞത്. ഇതിനോടുള്ള ഒരു ആത്മാർത്ഥതയും കമ്മിറ്റ്മെന്റ് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അവർ വാട്ടിന് പോയി നാളെ സംഭവിക്കുന്നത് പോകും. പാതയിലുള്ള ഇതിനോടുള്ള ആത്മാർത്ഥത കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അവർക്ക് പോകുന്നവർക്ക് ആശംസകളും അറിയിച്ചുകൊണ്ട് കാണിക്കുന്നത്. എല്ലാവിധ ആശംസകളും നേരുന്നു. അതോടൊപ്പം എപ്പോഴെങ്കിലുമൊക്കെ നമ്മളുടെ ഈ ഇത് തീരുന്ന ജനുവരി വരെയുള്ള കാലത്ത് എപ്പോഴെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ സീരിയസ് മീറ്റിംഗിൽ തന്നെ പങ്കെടുക്കാൻ പറ്റുമെങ്കിൽ പങ്കെടുക്കണമെന്നും കൂടി അഭ്യർത്ഥിക്കുന്നു. സഹോദരിയായ അപ്പോൾ
നല്ല രീതിയിൽ നമ്മുടെ കുടുംബശ്രീ പ്രസ്ഥാനത്തെ ആ വാർഡിനകത്ത് നൽകുകയും കുടുംബശ്രീയുടെ എല്ലാ പ്രവർത്തനങ്ങളും കോർഡിനേറ്റ് കൊണ്ടുപോകാൻ ഉന്നതിയിലുള്ള മേഴ്സി ഇപ്പോൾ ഏതായാലും നല്ലൊരു ജോലി കിട്ടിയിട്ടാണ് പോകുന്നത്. ഏതായാലും ആ തീരുമാനം നല്ല ഉചിതമായി തന്നെയാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഒറ്റയ്ക്ക് ഈ മഴയത്ത് വന്ന ഇടിയും മിന്നലെല്ലാം കാറ്റും മഴക്കും എല്ലാം ഒറ്റയ്ക്ക് തനിച്ച് മുന്നിൽ നിൽക്കുമ്പോൾ ആ ഒരു മാനസികാവസ്ഥ ആർക്കും പറഞ്ഞാൽ അത്രയുള്ള മാനസികാവസ്ഥയായിരിക്കും. പക്ഷേ ഇങ്ങനെ ജോലി കിട്ടി പോകുന്നതിൽ ഏറ്റവും വളരെ രീതിയിൽ സന്തോഷം ഉളവാക്കേണ്ടതായിട്ടുണ്ട് മേഴ്സി. അപ്പോൾ നല്ല രീതിയിൽ ആശയം അതുപോലെ സന്തോഷമൊക്കെ ഉണ്ടാകുന്ന ജീവിതത്തിൽ മാറാൻ ആശംസിക്കുന്നു. നല്ലൊരു സ്കൂളിലും നല്ലൊരു ഭാഗ്യത്തിൽ നല്ലൊരു കഴിവുള്ള വ്യക്തിയായിരുന്നു. അപ്പോൾ ഇനിയും ആശംസിക്കുന്നു. ഇതുവരെ മേഴ്സി നമ്മുടെ നാനി ചെയർപേഴ്സൺ 2008 സീരീസിൽ വന്നെങ്കിലും 2010 അതിന് മേഴ്സി സീരീസ് ചെയ്തിട്ടുള്ളത്. അപ്പം അന്ന് മുതൽ ഇന്ന് വരെ പറഞ്ഞോടെ 8ാം വാർഡിലെ ഞാൻ ഓരോ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ഇത്രയും നാൾ എനിക്ക് കട്ടിയ സ്നേഹത്തിൽ കരുതനായിട്ട് ഞാൻ പറയുകയാണ്. ദിവസം പഠിക്കുമ്പോൾ ഒരു ടെൻഷനുണ്ട്. ആഗ്രഹിക്കുന്നു. എൻ്റെ ജോലി എന്താ വെച്ച് കഴിഞ്ഞാൽ എന്നെ പഠിപ്പിച്ചൊരു ടീച്ചറാണ്. ആ ടീച്ചറിൻ്റെ വീട്ടിൽ ടീച്ചർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ടീച്ചറിൻ്റെ കൂട്ടിന് വേണ്ടിയിട്ടാണ് ഉള്ളത്. ആ വീടും ടീച്ചറും ഞാനും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളൊരു വീട് പോലെ കഴിയണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മക്കൾ ടീച്ചർക്ക് 4 മക്കളുണ്ട്. അവരെല്ലാം വിദേശത്താണ്. അതിൽ ഒരു മകൻ എറണാകുളത്താണ്. അവർ ആഴ്ചയിലേക്ക് വരും. അവർക്ക് തൊട്ടടുത്ത് തന്നെ ഒരു വീടുണ്ട്. അവർ ആഴ്ചയിൽ ദിവസം വന്നിട്ട് അവർ തിരിച്ചു പോകും. പിന്നെ 3 മക്കൾ വിദേശത്താണ്. അവർ അപ്പോൾ ടീച്ചർ തന്നെയാണ്. ടീച്ചറുടെ ഹസ്ബൻഡ് കഴിഞ്ഞ വർഷം